വെൽക്കം ബാക്ക് ടു ഷീ കളക്ഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നിരിക്കുന്നത് വെറും 435 അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ്. കോട്ടൻ്റെ 3 പീസ് സെറ്റാട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് കളേഴ്സ് വന്നിരിക്കുന്നത്. 4 കളേഴ്സ്, അടിപൊളി കളേഴ്സ് ഓരോന്നായിട്ട് കാണാം. ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ഒരു ചെറിയ പ്രിൻറ്റും ചെറിയ സീക്വൻസ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ചെസ്റ്റിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാണ്. പീച്ച് വൈറ്റ് കോമ്പിനേഷൻ, ഒരു വൈറ്റ് പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രൈസ് 435 ഇതിൻ്റെ ബോട്ടം വരുന്നത് കാണിച്ചു തരാം. ബോട്ടം നമുക്ക് വരുന്നത് സ്ട്രൈപ്സ് ആട്ടോ. ഇത് കണ്ടോ ബോട്ടം. ഈ ടോപ്പും ഈ ബോട്ടമൊക്കെ വരുമ്പോഴത്തേക്കും നല്ല നമ്മുടെ ഒരു കോഡ് സെറ്റിൻ്റെയൊക്കെ ഒരു രീതിയിൽ വരും. ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത്. കണ്ടോ ബോട്ടം എല്ലാം കോട്ടൺ തന്നെയാണ്. ടോപ്പ് വരുന്നത് ഇങ്ങനെ, ബോട്ടം വരുന്നത് ഇങ്ങനെ, ദുപ്പട്ട വരുന്നത് ടോപ്പിൻ്റെ സെയിം ഇതിൽ തന്നെ നമുക്ക് ദുപ്പട്ട വന്നിരിക്കുന്നത്. എല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. കണ്ടോ ടോപ്പിലെ ആ സെയിം പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അടുത്ത കളർ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആഷ് കളറാണ്. ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ. ടോപ്പിൻ്റെ ഇത് വരുന്നത് ടോപ്പിൻ്റെ ചെസ്റ്റ് പോർഷനിലുണ്ട് ചെറിയൊരു വർക്ക്. പിന്നെ ഇതിന് നമുക്ക് ഒത്തിരി ലെങ്ത്ത്, ഒരു 49 ലെങ്ത്ത് ഒന്നും സാധാരണ കിട്ടുന്ന പോലെ ഉണ്ടാവില്ല. ഇതിനൊരു 46ഓളം ലെങ്ത്ത് ആട്ടോ കിട്ടുള്ളൂ. ഈ മെറ്റീരിയലിന് 46 ലെങ്ത്താണ് ഉണ്ടാവുള്ളൂ. സ്റ്റിച്ചിങ് പിന്നെ 4XL സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വിഡ്ത്ത് ഉണ്ട്, ലെങ്ത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്കതുണ്ടോ ഫ്രഞ്ചിനോട്ടും ബീഡ്സൊക്കെ ചെസ്റ്റ് പോർഷനോട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഷോർട്ടായാലും ഇത് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ബോട്ടം നമുക്ക് സ്ട്രൈപ്സ് അല്ലേ വരുന്നത്. ഈ സ്ട്രൈപ്സ് ആയതുകൊണ്ട് ഫുൾ ലെങ്ത് ഇല്ലെങ്കിലും ഇച്ചിരി ലെങ്ത്ത് കുറഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഇതും നമുക്ക് ടോപ്പ് തയ്ക്കാൻ നല്ലതാട്ടോ ഈ മെറ്റീരിയൽ. ഇതും വേണമെങ്കിൽ ടോപ്പ് തയ്ച്ചിട്ട് നമുക്കൊരു പ്ലെയിൻ ആഷ് ബോട്ടം ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി, അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലും മതി. വൈറ്റ് ബോട്ടം നമ്മൾ എല്ലാവരെങ്കിലും കാണും. അപ്പോൾ വൈറ്റ് ആണെങ്കിലും ഇത് രണ്ടും നമുക്ക് ടോപ്പ് തയ്ക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് വൈറ്റ് പ്രിൻറ്റ്. അടുത്ത കളർ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ്. ലെമൺ യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു 4 ഇഞ്ചിയുടെ ഫോൾഡിങ് ഉണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് പ്രിൻറ്റ് തന്നെ ഉണ്ട്. ഞാൻ ഫസ്റ്റിൽ ബാക്ക് പോർഷൻ കാണിച്ചില്ലായിരുന്നു. ബാക്കിലും പ്രിൻറ്റ് തന്നെ വരുന്നുണ്ട്, വൈറ്റ് പ്രിൻറ്റ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്സ് കണ്ടോ. നല്ല ഭംഗിയുണ്ടായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്താൽ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വൈറ്റ് പ്രിൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് ടോപ്പ് വെച്ചിട്ട് ബോട്ടം എക്സ്ട്രാ ആക്കിയാൽ മതി. അടുത്ത കളർ കാണാം. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമുക്ക് വീഡിയോയിൽ ഇതൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു സീ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കളറാണിത്. ഒരു ഗ്രീൻ ഷെയ്ഡ്. ഈ ഷെയ്ഡൊക്കെ നമുക്ക് എപ്പോഴും ഒന്നും കിട്ടുന്ന ഒരു കളറല്ലല്ലോ. ഇതിന് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ഇതും പ്യുവർ കോട്ടണിലാട്ടോ നമുക്ക് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ഫുൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും അതെ. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ. ഈ സ്ട്രൈപ്സിൽ നമുക്ക് ബോട്ടം ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ഒക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. അപ്പം 435 നിങ്ങൾക്ക് എത്രയാണെങ്കിലും അറിയാമല്ലോ. ഇത്രയും കോട്ടണിൽ നമുക്ക് ഇത്ര ഒരു മെറ്റീരിയൽ കിട്ടുമ്പം 2 ടോപ്പ് തയ്ച്ചാലും നിങ്ങൾക്കത് എന്തായാലും ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഈ ചൂട് സമയമാണ്. അപ്പോൾ എന്തായാലും കോട്ടന് ഒത്തിരി കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ കോട്ടൺ വീണ്ടും വീണ്ടും കൊണ്ടുവന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് റെഡിമെയ്ഡിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ വീഡിയോസൊക്കെ എന്നും കാണുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും പേഴ്സണലി വിളിക്കാറുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ പേഴ്സണലി വിളിക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലാണ് മറ്റുള്ളവർക്കും കൂടി അത് കാണുമ്പം നമുക്ക് ഐറ്റംസ് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.